Hi Hi friends, friends, welcome to yet another episode of Tiki Talka. It's me Arshak and my co-host. Hisan. അപ്പോൾ നമ്മളെ ഇതിപ്പോൾ ഫിഫ്ത്ത് എപ്പിസോഡ് അല്ലേ? Fifth. ഫിഫ്ത്ത് എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ എന്താ വ്യത്യാസം തോന്നുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ അഞ്ചാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയത് ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം നമ്മളൊരു ലൈഫ് ജീവിച്ചു വന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ പിന്നെ ബിഗ് ബോസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആളായിരുന്നു. എനിക്കിപ്പോൾ അതൊന്നും കാണാൻ സമയമില്ല. പുതിയ ഒന്ന് കണ്ടന്റ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ പുതിയ പുതിയ പോഡ്കാസ്റ്റ് കാണാൻ തുടങ്ങി. കുറേ എനിക്ക് തോന്നുന്നത് നോളേജബിളി കുറേ കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടി. അത് ഏറ്റവും വലിയ ചേഞ്ച് ആയിട്ട് തോന്നുന്നത് എനിക്കതാണ്. പിന്നെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ പ്രൊഡക്റ്റീവായി കുറച്ചും കൂടെ. യെസ്, അതെ, പ്രൊഡക്റ്റീവായി. പിന്നെ അതുകൂടാതെ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഓരോന്നിനും എനിക്ക് തോന്നുന്നത് ചില ചേഞ്ചസ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഞാൻ കാണുന്ന പോഡ്കാസ്റ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെ സംസാരിക്കുക, ക്യാമറ എങ്ങനെ ഫേസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സാധനങ്ങൾ കുറേ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസ് നോക്കിയപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെ കുറയ്ക്കുക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അടുത്ത് സെർച്ച് ചെയ്ത്. ഒന്നാമത് നമ്മൾ തന്നെ വെട്ടറായി. നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഉള്ള പോലത്തെ സംസാരമല്ല ഇപ്പോൾ. ആദ്യം നമുക്ക് ക്യാമറ നോക്കി സംസാരിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സ്റ്റക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ ആ സ്റ്റക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ ഭയങ്കര ഓർഗാനിക് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ചില റീൽസ് ഒക്കെ കാണുമ്പോൾ ഞാൻ കൂടുതൽ എഡിറ്റിങ്ങിന്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് എങ്ങനെ ഇവരിങ്ങനെ കട്ട് എങ്ങനെ പ്ലേസ് ചെയ്തത്, എങ്ങനെയാണ് ട്രാൻസിഷൻ കൊടുത്തത്, എന്തൊക്കെ സൗണ്ട് എഫക്ട്സാണ് കൊടുത്തത്. അപ്പൊ അങ്ങനത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ, പിന്നെ ഇപ്പൊ നമ്മളെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്, ലൈറ്റ് എങ്ങനെ കൊടുക്കേണ്ടത്, അപ്പൊ അങ്ങനത്തെ ടെക്നിക്കൽ സൈഡുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യം നമ്മള് റീൽസ് കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് വിടാന്നല്ലാതെ നമ്മള് അതിൽ കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ ആവശ്യം വന്നപ്പോ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി, കൂടുതൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയാനതല്ല, കുറച്ച് പ്രൊഡക്റ്റീവായി. അതായത് ഇപ്പൊ ഇനി ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ വരെ അതൊരു പ്രൊഡക്റ്റീവ് ടൈം ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മളെ ഈ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് അതെ, സത്യം. അപ്പൊ അതാണ് മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ്. പിന്നെ അതേമാതിരി പുറത്തുനിന്ന് ആൾക്കാർ കാണുമ്പോൾ നല്ല രസമുണ്ട്, പരിപാടിയൊക്കെ അടിപൊളിയാണ്. കുറെ ആൾക്കാർ ഡ്യൂറേഷന്റെ പറഞ്ഞു, പക്ഷെ ഡ്യൂറേഷൻ കൂടുതൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടും വേറെ ആൾക്കാർ പറഞ്ഞിട്ട് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒന്നാമത് അപ്പൊ അതൊക്കെ മേജർ ചേഞ്ച് ആണ്. ഇതിന്നും വന്നൊരു ചേഞ്ച് ആണ്. ഇനിയും ചേഞ്ചുകളൊക്കെ വരട്ടെ. പിന്നെ കുറെ ആൾക്കാർ ഇനി എന്താ ഇടുന്നത്, അതായത് കുറച്ച് പ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രായം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ജനറേഷൻ ഗ്യാപ്പുള്ള, ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ കസിൻസ്, ഉമ്മന്റെ സിസ്റ്റേഴ്സ്, അങ്ങനത്തെ ആൾക്കാർ ഇനി എന്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലാവുന്ന ഒന്നും ഇടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം നമ്മള് ഫസ്റ്റ് ഇട്ട ലോഗന്റെ വീഡിയോ ആണ്, പിന്നെ ഫുട്ബോൾ റിലേറ്റഡ് ആണ്, ചാമ്പ്യൻസ് ലീഗ്, AI, ഇതൊന്നും അവരുടെ ആൻഡ്രോയിഡിലൊക്കെ എത്തിയിട്ടുള്ളൂ ഇപ്പൊ അവര്. അപ്പൊ അവരെ സെഗ്മെന്റേ അല്ല. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന ഒന്നും ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. ഫ്യൂച്ചറിൽ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. അതെ, എന്തെങ്കിലും കാരണം അവർക്ക് മനസ്സിലാവണമെന്ന് നമുക്കും പറയാൻ കഴിയണ്ട. അതെ, നമ്മള് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല. അവരെ ഒന്നാമത് അതിലേക്ക് എത്തണം, നമ്മള് എത്തും. ഇപ്പൊ ഇന്നും നമ്മള് ഫുട്ബോൾ ആണ് പിന്നെയും സംസാരിക്കുന്നത്. സൂപ്പർ ലീഗ് അല്ലേ? സൂപ്പർ ലീഗ് കേരള ഇപ്പൊ സെക്കൻഡ് സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പോണം ഒക്ടോബർ 2. അപ്പൊ എന്താണ് സൂപ്പർ ലീഗ് കേരള എന്ന് പറയുമ്പോ എന്താണ് ഒരു ഫീൽ എന്ന് പറയുന്നത്? ഇന്റെ ഒരു കേസിൽ സൂപ്പർ ലീഗ് കേരള തന്നെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അല്ല, പാലക്കാട്. അപ്പൊ സൂപ്പർ ലീഗ് കേരള ഞാൻ അങ്ങനെ ഓവറായിട്ട് അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അറിയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം റാഗീവിന്റെ ടിക്കറ്റ്, അമൂലിന്റെ അതിനോട് ടിക്കറ്റ് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഞാൻ മാച്ച് കാണാൻ വന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മാച്ച് കാണാൻ വന്നപ്പോൾ തന്നെ കാലിക്കറ്റും കാലിക്കറ്റിന്റെ മാച്ചാണ് നമ്മൾ കൂടുതൽ കാണാം. അതിലെനിക്ക് ഞാനിങ്ങനെ ബെൽഫോർട്ടിന് ഇങ്ങനെ കളിയാക്കിയായിരുന്നു, ഈ ബെൽഫോർട്ട് എന്താ കാണിച്ചത്, ഈ ബെൽഫോർട്ട് എന്താണ്. ലാസ്റ്റിലേക്ക് ഒരു കൗണ്ടർ അറ്റാക്കും ഗോളും അടിച്ച്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഒരു സ്പിരിറ്റ് തരുന്നുണ്ട്. ഇപ്പൊ ISL അല്ലെങ്കിൽ IPL ഒക്കെ തുടങ്ങിയ പാടുള്ള ഒരു എനർജി ഇല്ലേ, ആ എനർജി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്റ്റേഡിയത്തിൽ പോയപ്പോൾ കാണാൻ കഴിഞ്ഞു. കുറെ മാച്ചുകൾ, എല്ലാ മാച്ചുകളിലും ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ പോയ മാച്ചുകളിലൊക്കെ കുറച്ചൊരു എനർജറ്റിക് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന ഗ്രൂപ്പുകൾ വാട്സാപ്പിൽ എല്ലാം കൊണ്ടും ഭയങ്കര സജീവമാണ്. അപ്പൊ അതിലാണെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും, പിന്നെ ഇവര് ഒരിക്കലും ഇത് ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ട് നിർത്തണം എന്നുള്ള ചിന്തയിൽ തുടങ്ങിയല്ലാതാണ് ഞാൻ കണ്ട കാര്യങ്ങളും കേട്ടതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കൊണ്ടുവന്ന ആളുകൾ നോക്കാം, നമുക്ക് ഇപ്പൊ എന്താ പറയാ, സെലിബ്രിറ്റീസ്
സെലിബ്രിറ്റീസ് വെറുതെ സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കല്ല. അപ്പൊ സീസൺ 2ന്റെ പ്രൊമോ പ്രൊമോസ് ഒക്കെ കാണുമ്പോ നമ്മൾ തന്നെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റൈവലറി ഉണ്ടാക്കാം അവിടെ. ഇത് കാണാ ശരിയാക്കി തരാ ഈ ഗ്രൗണ്ടിലേക്ക് വാങ്ങുന്നത്. അപ്പോ മോർ ദാൻ ഫുട്ബോള് നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യമാണ്, ലൈഫിന്റെ ഒരു ഭാഗമാക്കാന്നുള്ളൊരു സാധനം ഇതിൽ കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വ്യൂവേഴ്സ് ആണെങ്കിൽ എല്ലാവരും ഹ്യൂജ് എമൗണ്ട് എനിക്ക് തോന്നുന്നു സീസൺ 1 ഉണ്ടെന്ന് തോന്നുന്നു. എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാം ഐ തിങ്ക് ഉഷാറാവും. ഒരു എന്താ പറയാ, ഇന്ത്യൻ ഫുട്ബോളിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയ പ്ലെയേഴ്സിനെ ഈ ലീഗിന് കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു 4 സ്ഥലത്തേറ്റവും അണ്ടർ 23 അങ്ങനെ എന്തോ ഇതൊക്കെ നടത്തി എന്ന് പറഞ്ഞിട്ട് ട്രയൽസ് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഇതിലേക്ക് വേണം. അപ്പൊ ജോൺ എബ്രഹാം ഒക്കെ അതിന്റെ സ്വന്തം ആളാ എന്ന് വെച്ച് കഴിഞ്ഞാല് ആള് പറയുന്നുണ്ട് ഞാൻ എനിക്ക് പൈസക്ക് വേണ്ടിട്ടോ, കാരണം നോർത്ത് ഈസ്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലൊന്നും റിട്ടേൺസ് ഒക്കെ വളരെ കുറവാണ് അവിടെ. പക്ഷെ അത് അത്രയും പിന്നിൽ നിന്നിട്ട് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാനും ഗ്രാസ് റൂട്ട് ലെവലിൽ ആ ഒരു അക്കാഡമി ബിൽഡ് ചെയ്തിട്ട് ടീമിലേക്ക് എത്തിക്കാനും, ടീം മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിന് ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ജോൺ എബ്രഹാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫുട്ബോൾ ഫാനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പണ്ട് ഒരു ഗോൾ എന്ന് പറഞ്ഞൊരു ഫിലിം ഒക്കെ ചെയ്തിരുന്നു. അപ്പോ എനിക്ക് പേഴ്സണൽ ഞാനിത് കുറെ, അതായത് ഇപ്പോൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കുറെ മുന്നേ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട്, അതായത് ഇവര് ആദ്യം ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അന്ന് 6 ടീം ഇട്ടപ്പോ 6 ടീമിന്റെ ഇപ്പൊ ഉള്ള 6 ടീമിന്റെ പേരല്ല അന്ന് ജസ്റ്റ് എന്താ മലപ്പുറം സുൽത്താൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പേരിട്ടത്. പിന്നീട് എനിക്ക് തോന്നുന്നു ഓണേഴ്സ് ഒക്കെ വന്നപ്പോ പിന്നെ ലോഗോസും ടീംസ് ഒക്കെ ഫോം ആയതാണ് പിന്നീട്. അപ്പൊ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി വരെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് വരാം, അതില് നമ്മളെ നാട് തന്നെ ഒരു ടീമായിട്ട് പങ്കെടുക്കുക. അതില് നമ്മള് അതായത് ഫസ്റ്റ് JC ലോഞ്ച് ഗോകുലം മാളിൽ നിന്നായിരുന്നു എനിക്ക് ഓർമ്മ. അപ്പൊ ഞാനും നമ്മളെ ഫ്രണ്ട് നക്കാശും റിയാബും നമ്മൾ 3 കൂടെ പോയിട്ടുണ്ട് കാണാനൊക്കെ. അപ്പൊ ഞാൻ ആ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ കാലിക്കറ്റ് FC എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എനിക്ക് പേഴ്സണലി ഈ ISL-നെക്കാളും കുറച്ചും കൂടെ ഇമോഷണലാണ്. കാരണം കാലിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വികാരം കൂടുതലാണല്ലോ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഫുട്ബോൾ കൾച്ചർ എന്ന് പറയുന്നത് മലപ്പുറം കാലിക്കറ്റ് ആണല്ലോ. ബാക്കിയുള്ള സ്ഥലങ്ങൾ മോശം എന്നല്ല, പക്ഷെ പറയുമ്പോ ഓൺ പേപ്പർ നോക്കുമ്പോ മലപ്പുറം കാലിക്കറ്റ് ആണ് കൂടുതൽ ആ ഒരു ഫുട്ബോൾ കൾച്ചർ കുറച്ച് കൂടുതൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി കാലിക്കറ്റ് FC എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് ലിവർപൂൾ ഫാൻസ് ലിവർപൂളിലെ കളി കാണാൻ വരുന്ന ആൻഫീൽഡിൽ, ബാഴ്സലോണയുടെ കളി കാണാൻ വേണ്ടിട്ട് ക്യാമ്പ്നോയിൽ വരുന്നത്, അതുപോലെ നമുക്ക് നമ്മളെ ടീമിന്റെ ജേഴ്സി ഇട്ടിട്ട് കാലിക്കറ്റ് FCന്റെ കളിയാണ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പോവാന്ന് പറയുന്നത് അതൊരു ഫീലാണ് ആക്ച്വലി. ഞാൻ ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് ദ മാച്ചസ് ലൈവ് സ്റ്റേഡിയത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഞാൻ പറഞ്ഞ റാഗിബ് കോംപ്ലിമെന്ററി അമൂല്യ കോംപ്ലിമെന്ററി ടിക്കറ്റ്സ് തന്നുകൊണ്ട്, അതല്ല ഫസ്റ്റ് മാച്ചും സെക്കൻഡ് മാച്ചും ടിക്കറ്റ് പൈസ കൊടുത്തിട്ട് നമ്മൾ കണ്ടത്. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇതുണ്ട് കണ്ടപ്പോ പിന്നെ VIP സീറ്റ്സ് ഒന്നും കാണാൻ തുടങ്ങി. പിന്നെ VVIPയിലെത്തി. അങ്ങനെ ഗ്രാജുവലി അങ്ങനെ കയറി വന്നതാണ്. ഇപ്പോ അതില് എനിക്ക് പേഴ്സണലി അതില് വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്താ വെച്ചാൽ ഇപ്പോ ഫോസ കൊച്ചി എന്ന് പറയുന്ന ടീമിനെ നമ്മളെ ഫ്രണ്ടിന്റെ ഒരു അവരൊരു കമ്പനി സ്പോൺസർ ചെയ്യുന്നുണ്ട്. ടൈറ്റിൽ സ്പോൺസർ എന്ന് പറഞ്ഞാൽ അവരെ ക്യാഷ് എന്ന് പറയുന്ന ഒരു എനിക്ക് തോന്നുന്ന ആപ്പ് എന്താണ് അത് ഇങ്ങനെ ഒരു ലോഞ്ച് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ ഫോസ കൊച്ചിന്റെ ലോഞ്ചിന് ഇപ്പൊ പൃഥ്വിരാജിന് ജേഴ്സി കൈമാറിയൊക്കെ ത്വയ്ബാണ്. അപ്പൊ അത് നമ്മളെ അപ്പൊ അതും കുറച്ചും കൂടെ എക്സൈറ്റിംഗ് പാർട്ടാണ്. പിന്നെ കാലിക്കറ്റ് FC അതിപ്പോ ത്വയ്ബിനോട് ചോദിച്ചാലും ത്വയ്ബ് ചിലപ്പോ കാലിക്കറ്റ് FC ആയിരിക്കും. കാരണം നമ്മള് കോഴിക്കോടാണ്, ബിസിനസ് പരമായിട്ട് നമ്മൾ പല ടീമിനെ സ്പോൺസർ ചെയ്യേണ്ടി വരും, അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അതിനേക്കാൾ വണ്ടർഫുൾ സാധനമാണ് ഫസ്റ്റ് സീസൺ തന്നെ നമുക്ക് കപ്പടിക്കാൻ പറ്റിയത്. പക്ഷെ അതിലൊരു റിഗ്രറ്റ് എന്താ വെച്ചാൽ ഫസ്റ്റ് സീസൺ കപ്പടിക്കുന്ന ലൈവ് കാണാൻ പറ്റിയില്ല. ടിക്കറ്റ്സ് കൈമിലുണ്ടായിട്ട് വരെ ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റിയില്ല. അതായത് അവിടുത്തെ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ടിക്കറ്റ്സ് ഉള്ള കുറെ ആൾക്കാർ, കാരണം നമ്മള് ഏകദേശം ഇഷാസ്കാരം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഓൾറെഡി ആൾക്കാരൊക്കെ ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. ടിക്കറ്റ് ഉള്ള ആൾക്കാരും ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഗ്രൗണ്ടിൽ കയറി. കാരണം അങ്ങനത്തെ ഒരു ക്രൗഡ് കാലിക്കറ്റ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കുറെ കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. നാഗ്ജിക്ക് ഇത്ര ഒരു ക്രൗഡ് ഒന്നും ഉണ്ടായിട്ടില്ല തോന്നുന്നു കേട്ടോ. ഞാൻ പോയിട്ടുണ്ട് കളി കാണാൻ, പക്ഷെ എനിക്ക് അറിയില്ല. അതെ, അപ്പോ ടിക്കറ്റ് ഉള്ള ആൾക്കാരും ടിക്കറ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ അകത്തുണ്ട്. അതായത് പുഷ് ചെയ്തിട്ട് ബാരിക്കേഡ്സ് ഒക്കെ പൊളിച്ചിട്ടൊക്കെയാണ് ഫൈനലിൽ കയറിയത്. അപ്പൊ ഫൈനൽ പ്രോപ്പർ ആയിട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് കാണാൻ പറ്റിയില്ല. അത് ബീച്ചിൽ സ്ക്രീനിങ്ങിൽ വന്നിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു റിഗ്രറ്റ് ഉണ്ട്. അത് നമ്മൾ ജയിച്ചും ചെയ്തല്ലോ. അപ്പൊ ഫസ്റ്റ് സീസൺ എന്നെ കപ്പടിക്കാന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മലപ്പുറത്തിനായിട്ട് നമുക്കൊരു റൈവലറി കൂടുതലാണല്ലോ. മലപ്പുറംകാര് പൊതുവെ പറയുന്നതാണ് മലബാർ ഡെർബി. അപ്പൊ അതിലും നമ്മള് ജയിച്ച്
അപ്പൊ രണ്ട് കളിയും ജയിച്ചു. എനിക്ക് ഓർമ്മ ഉണ്ട്, നമ്മള് കളി കാണുമ്പോ നമ്മള് VIP സ്റ്റാൻഡിൽ ഇരിക്കുമ്പോ താഴെയാണ് സെലിബ്രിറ്റീസ് ഉണ്ടാവുക. VIP സെലിബ്രിറ്റീസ് താഴത്തേക്ക് ഇറങ്ങും മാച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ മാച്ച് കഴിയുമ്പോ നമ്മളെ തൊട്ടടുത്ത സ്റ്റാൻഡിലാണ് മലപ്പുറം FC ഫാൻസിന് സ്റ്റാൻഡ് കൊടുത്തത്. അപ്പൊ ആ മാച്ച് കഴിഞ്ഞ മലപ്പുറം FC ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആണല്ലോ. അപ്പൊ ബേസിൽ ജോസഫ് താഴോട്ട് ഇറങ്ങിയിട്ട് മലപ്പുറം ഫാൻസിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, സഞ്ജുവിനോട് പറഞ്ഞാൽ മതി ക്രിക്കറ്റ് കളിച്ചാൽ മതി, ഫുട്ബോളിന് വരണ്ടാന്ന്. അപ്പോ അത്രയും സെലിബ്രിറ്റീസിന് വരെ ഒരു ഫണ്ടും ഇപ്പൊ ഈ പ്രോമോസ് എനിക്ക് അറിയില്ല വേറെ ഏതെങ്കിലും അങ്ങനത്തെ ഇന്ത്യയിൽ ശശി തരൂർ ബേസിലോ. അപ്പൊ അതൊക്കെ ഈ കേരളത്തിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് ഇവിടുത്തെ സ്റ്റാർസ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരും ഇതേപോലെ ഇങ്ങനൊരു, ഇപ്പൊ പൃഥ്വിരാജ് എന്റെ ഒരു അറിവ് പ്രകാരം മോസ്റ്റ്ലി ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ബേസിലും അങ്ങനെ തന്നെയാണ്, ഞാൻ പല ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫുട്ബോളില് ബേസിലിനോട് ചോദിച്ചാൽ ബേസിൽ എപ്പോഴും പറഞ്ഞ ക്രിസ്ത്യാനോ മെസ്സി ചോദിച്ചാൽ മെസ്സി എന്ന് പറയും, എന്നിട്ട് പറയും ഇതിൽ കൂടുതൽ ആരാരും എനിക്ക് അറിയില്ല എന്നാ പറയാ. അപ്പൊ ബേസിലൊക്കെ നോളജ് കുറവാണെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു സ്പോർട്സ് സാധനത്തിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വന്നാണല്ലോ. ഇപ്പൊ ബേസിലായാലും സഞ്ജു ആയാലും പൃഥ്വിരാജ്, ഇപ്പൊ ഈ സീസൺ കുഞ്ചാക്കോബ വന്നു, കഴിഞ്ഞ സീസൺ ആസിഫ് അലി ഉണ്ട് തോന്നുന്നു കണ്ണൂരിന്. പിന്നെ അതില് കഴിഞ്ഞ സീസൺ 3 സ്റ്റേഡിയം മാത്രമായിരുന്നു വെന്യൂ ആയിട്ട്, അതായത് കോഴിക്കോടിന്റെ സ്റ്റേഡിയമാണ് കണ്ണൂരിന്റെ കോഴിക്കോടിന്റെ ഹോം ഗ്രൗണ്ട്. ഈ സീസൺ അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെയും 6 സ്റ്റേഡിയം ആയി. അതായത് 6 സ്ഥലത്ത് 6 സ്റ്റേഡിയം എന്നുള്ള എല്ലാവർക്കും അവനവന്റെ ഹോം ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ എത്തി. അപ്പൊ അത് ഗ്രോത്ത് ആണ്. ഇപ്രാവശ്യം 6 വെന്യൂ ഉണ്ട്. അത് എനിക്ക് 6 സ്ഥലത്താണോ എന്നുള്ള പ്രോപ്പർ അറിയില്ല, കണ്ണൂരിലാണോ എനിക്ക് അറിയില്ല. പക്ഷെ 6 വെന്യൂസ് പ്രോപ്പർ ആയിട്ടുണ്ട്. ഒരു ടീമിന് ഒരു ഹോം സ്റ്റേഡിയം ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കണ്ണൂരിലുള്ള ആൾക്കാർ ഇവിടെ ഹോം മാച്ചിന് വരാൻ ഇപ്രാവശ്യം ചിലപ്പോ അവിടെ അല്ലെങ്കിലും ഭാവിയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഗെയിം കൊണ്ടുവരുമ്പോ ഭാവിയിൽ അവിടെ ഒരു സ്റ്റേഡിയത്തിന്റെ ആവശ്യകത വരാണ്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ലീഗിന്റെ ഒരു ബെനിഫിറ്റ്. അതുമല്ല ഇതിന്റെ ഈ സൂപ്പർ ലീഗിന്റെ പ്രസിഡന്റ് ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു ഗോളായിട്ട് അവർ വന്ന, ജസ്റ്റ് ഒരു പൈസ മണി മേക്കിംഗ് എന്നുള്ളതിനേക്കാൾ ഉപരി ഈ സ്പോർട്സ് കൾച്ചർ കുറച്ചും കൂടെ കൂട്ടാ. വെറുതെ പണ്ട് പറയുന്നല്ലോ, വെറുതെ കളിച്ച് നടന്നിട്ട് ജീവിതം പോക്കണ്ട, ആ കളിച്ച് നടക്കുന്നതിൽ ഒരു ജീവിതം ഉണ്ടാക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള ആൾക്കാർ മുന്നോട്ട് വന്നത്. കാരണം അവരെ കുറെ ഇതുപോലെ കഴിഞ്ഞ സീസണൊക്കെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല, ഈ പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള സൂപ്പർ ലീഗിന്റെ. അപ്പൊ അവരൊക്കെ പറയുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു 3-4 സീസണിലേക്ക് അങ്ങനെന്തോ പറഞ്ഞിട്ട്, അപ്പോൾ ഫസ്റ്റ് ഒരു 3-4 സീസണിലേക്ക് മണി മോട്ടീവ് എന്നുള്ള സാധനം ഇല്ല. അതായത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 4 സീസൺ 5 സീസൺ കണ്ടിന്യൂസ് ആയിട്ട് ഇവർ നടത്തും. അപ്പൊ കഴിഞ്ഞ പ്രോഫിറ്റ് ഒന്നും നമുക്കറിയില്ല, റവന്യൂ എത്ര ജനറേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ടോപ്പ്, അതായത് ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ടെലികാസ്റ്റിംഗ് ഹോട്ട്സ്റ്റാറിലായിരുന്നു, ചാനൽ റൈറ്റ്സ് സ്റ്റാർ സ്പോർട്സിനായിരുന്നു. അപ്പൊ അതൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. പിന്നെ സ്പോൺസേഴ്സും മഹീന്ദ്ര അങ്ങനത്തെ ടോപ്പ് ക്ലാസ് അമൂല്, കാലിക്കറ്റ് FC ആണെങ്കിൽ അമൂല്, പിന്നെ കെൻസ, അപ്പൊ ഒക്കെ ടോപ്പ് ലെവലിലുള്ള സ്പോൺസേഴ്സും ഒക്കെ വരാണ്. അപ്പൊ ഒക്കെ റവന്യൂ ഉണ്ടാക്കാനുള്ള വഴി തന്നെയാണ്. പക്ഷെ അത് ഒക്കെ പറയുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഒരു 3-4 വർഷത്തേക്ക് റവന്യൂ ഉണ്ടാക്കാന്നുള്ള ഒരു ചിന്തയില്ല. കാരണം ഇങ്ങനെ ഒരു കൾച്ചർ കൊണ്ടുവരാ, ഇങ്ങനെ ഒരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആൾക്കാരിലേക്ക്. അപ്പൊ കഴിഞ്ഞ സീസൺ 3 സ്റ്റേഡിയത്തിൽ നിന്നും ഈ സീസൺ 6 സ്റ്റേഡിയം എത്താന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രോത്ത് ആയി. എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ട പ്രകാരം അടുത്ത സീസണിൽ 3 ടീമും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. ഫസ്റ്റത്തെ 2 സീസണിൽ ഈ 6 ടീം മാത്രമേ ഉണ്ടാവും. അപ്പൊ അടുത്ത സീസൺ മുതൽ 3 ടീമും കൂടെ വരുന്ന പറയുന്നത്. ഓൾറെഡി ഇപ്പൊ 2-2.5 മാസം ഉണ്ട് തോന്നുന്നു, 2-3 മാസത്തെ ഉണ്ട് ഇതിന്റെ ഡ്യൂറേഷൻ. ഒക്ടോബർ ടു ഡിസംബർ 2.5 മാസമായി. അപ്പോ അത്രയും, അതായത് 30-35 ലീഗ് മാച്ചസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് സെമി ഫൈനൽ, ഫൈനൽ, അപ്പൊ അത്രയും മാച്ചസ് വരാ അത്രയും ഡ്യൂറേഷനിൽ. അത് പിന്നെ ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ്. നമ്മള് ടിവിയിൽ കളി കാണുന്ന യൂറോപ്യൻ ടീംസിന്റെ അതല്ലാതെ നമ്മളെ സ്വന്തം, നമ്മള് പൊതുവെ നമുക്ക് ഒരു കളി കാണുന്നുണ്ടെങ്കിൽ നമ്മള് കേരള ബ്ലാസ്റ്റേഴ്സ് കളി കാണാൻ വേണ്ടി കൊച്ചി വരെ പോകണം. അപ്പൊ അത് അതന്നെ നമുക്ക് വീക്കെൻഡ് ഒക്കെ ഉള്ളപ്പോഴേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെ പൊതുവെ ISL തന്നെ അങ്ങനെ ഒരു ഗെയിം ഷിഫ്റ്റ് ചെയ്ത്, അതായത് വീക്ക് ഡേയ്സിൽ ആദ്യം IPL പോലെ എനിക്ക് തോന്നുന്നു 1.5 മാസം കൊണ്ടൊക്കെ നടത്തി തീർത്ത ടൂർണമെന്റ് ISL. പിന്നെ അത് മാറ്റി ഒരു 6 months 4 months ആ ലെവലിലേക്ക് വരണമെങ്കിൽ എന്തായാലും ഓർക്ക് പറ്റിയ സമയങ്ങളിൽ വ്യൂവേഴ്സും വരണോ, പിന്നെ അതുപോലെ തന്നെ പ്ലേയേഴ്സും വരണം. കാരണം പ്ലേയേഴ്സിന് 2 months കോൺട്രാക്റ്റിൽ ഇവിടെ വന്ന് കളിക്കുന്നതിൽ കാര്യമില്ല. കാരണം അവർക്കൊരു പ്രോപ്പർ സീസൺ കൊടുത്ത് അതിനുള്ള വേജും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്താലേ അവരും വരുള്ളൂ. ഫോറിനേഴ്സ് ഒക്കെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇത് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് കണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ഫിക്സ്ചർ ബിൽഡ് ചെയ്ത സമയത്ത് ഇവര് ബാക്കിയുള്ള മാച്ചസ്, അല്ലെങ്കിൽ കുറെ സ്ഥലത്ത് ലീഗുകൾ എടുത്തിട്ടുണ്ടല്ലോ, ഡൊമസ്റ്റിക് ലീഗുകൾ എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ISL ഒക്കെ പോലത്തെ ലീഗുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷെഡ്യൂള് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് പ്ലേയേഴ്സിനും ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിലാണ് ഇതിൻ്റെ ഫിക്സ്ചേഴ്സ്
അലൈൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാല് ഇപ്പൊ നീ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനാണെങ്കിലും അവരുടെ ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ലീഗിൽ കളിക്കാനും കഴിയണമെങ്കിൽ കഴിയാൻ പറ്റുന്ന രീതിയിലാണ് മാച്ചസ് വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ നാഷണൽ ടീമിന്റെ മാച്ചസ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഇന്റർവ്യൂ ചെയ്യാത്ത രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും പ്ലേയേഴ്സിനും പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് ഇങ്ങനത്തെ ഒരു ലീഗ് കളിക്കുമ്പോൾ ഇപ്പോൾ ഇടത്തോടുക മൂപ്പരാളെ ഒരു പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്, മൂപ്പരാക്ക് ഫസ്റ്റ് ഈ നമ്മളെ സൂപ്പർ ലീഗ് കേരളയെ പറ്റി ഇങ്ങനെ കണ്ട സമയത്ത് മൂപ്പരാക്ക് ഫസ്റ്റ് ISL തുടങ്ങിയപ്പോൾ എന്തേലും തോന്നിയത് അതാണ് തോന്നുന്നത്. പക്ഷെ അത് ഇനിയും മുന്നോട്ട് പോകണം. അപ്പൊ ISLന്റെ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് മണി മേക്കിംഗ് മാത്രമായിപ്പോയി. പ്ലെയേഴ്സ് വരുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ കുറെ കാര്യങ്ങളിൽ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഇതിൽ വാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് വാറുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. വാറില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ അതേപോലെ ഇപ്പൊ ISL ഒക്കെ ഞാൻ പറഞ്ഞില്ല, ISL ഒക്കെ എനിക്ക് വാറ് വരേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ലീഗ് എന്ന് പറയുന്നത് ISL ആണ്. ISL ഞാൻ പറഞ്ഞില്ലേ, പുരോഗമനങ്ങൾ എപ്പോഴും വേണം. നമ്മള് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല. ചേഞ്ചസ് ഇങ്ങനെ എപ്പോഴും വരുമ്പോഴേ ഫുട്ബോൾ ബെറ്റർ ആവുള്ളൂ. അപ്പൊ ISL ഒക്കെ എന്റെ ഇതിൽ എത്ര വർഷം 12 വർഷമായി. 12 കഴിഞ്ഞ്. അപ്പൊ 13 വർഷമായിട്ടും ഇത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രി ഇന്ത്യ, അല്ലാതെ വളരെ ബാക്കോട്ട് കൺട്രി ഒന്നല്ല. വാറ് വന്നില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം. ഇങ്ങനത്തെ പുരോഗമനങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയിൽ ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം കണ്ടത് അവർ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അണ്ടർ 23 ഇത് പറഞ്ഞില്ലേ, ക്യാമ്പ് നടന്നില്ലേ, അതിന് സെലക്ട് ചെയ്ത 5 പ്ലേയേഴ്സിന് എന്തായാലും ടീമിൽ ഇൻക്ലൂഡ് ചെയ്യണം, നിർബന്ധം. പിന്നെ ഇറക്കേണ്ടത് അൺക്യാപ് പ്ലേയേഴ്സിന്റെ ഒക്കെ അത് കറക്റ്റ് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു സാധനം ഭയങ്കര നല്ല കാര്യം. കാരണം എന്താ വെച്ചാൽ നീ പറഞ്ഞ പോലെ വെറുതെ ഫുട്ബോൾ കളിച്ചടന്ന് ഒരു ഗുണമില്ലാതെ നടക്കണ്ട എന്നുള്ളതിനുപരി ഈ ഒരു പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു കുട്ടികൾക്ക് അതൊരു പ്രചോദനമാണ്. ഇനി ഞാൻ അത്യാവശ്യം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ടീമിൽ ഇൻക്ലൂഡ് ആവാൻ പറ്റും, പ്രൊഫഷണലി അവർക്ക് ഗുണമുണ്ടാവും. പിന്നെ ഞാൻ പറയാം, അപ്പോൾ വേറെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് ടീമുകളിൽ. എനിക്ക് തോന്നുന്നത് ഡൊമസ്റ്റിക്കില് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫോറിൻ പ്ലേയേഴ്സ് ഉള്ള ഒരു ലീഗ് സൂപ്പർ ലീഗ് കേരള മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം കേരളത്തിലാണ് ആദ്യമായിട്ട് ഫോറിൻ പ്ലേയേഴ്സിനെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അത് കൊണ്ടുവരുന്നോണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് പുറത്തുള്ള രീതികൾ എങ്ങനെയാണ്, ഓരോ ഡയറ്റ് എങ്ങനെയാണ്, ഓരെത്ര വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കാരണം ലോക്കൽ പ്ലേയേഴ്സ് മാത്രമൊന്നുമല്ല ഞാൻ പറയണ, അത്യാവശ്യം നല്ല നല്ല പ്ലേയേഴ്സ്. ഇപ്പൊ ബെൽഫോർട്ടൊക്കെ ആണെങ്കിൽ പോലും ISL നല്ല പെർഫോം ചെയ്ത പ്ലെയറാണ്. അപ്പോൾ ആ പ്ലേയേഴ്സിന് പഠിക്കാൻ പറ്റുക ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. കാരണം എക്സ്പീരിയൻസ് എപ്പോഴും ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മള് പണിക്ക് പോവാണെങ്കിൽ പോലും ആദ്യം മാത്രമേ സർട്ടിഫിക്കറ്റ് ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ അറിയാന്നുള്ള സാധനമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഇനീഷ്യേറ്റീവാണ് ഒരു സൂപ്പർ ലീഗ് കേരളയുടെ അടുത്ത്. അങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോഴേ പ്ലേയേഴ്സ് ഇപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്ത് ബൂട്ട് ഇടാൻ കഴിയാത്തതുകൊണ്ട് വേൾഡ് കപ്പിൽ കളിക്കാത്ത ഒരു ടീമാണ് ഇന്ത്യ. അപ്പോൾ വേൾഡ് കപ്പ് വരെ എത്തിയൊരു ടീമാണ് ഇന്ത്യ. അപ്പൊ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ടീമാണ് ഇന്ത്യ. ആ ടീം താഴത്തേക്ക് വന്നു, അപ്പൊ തിരിച്ച് അവിടെ എത്താൻ നമ്മൾ താഴത്തേക്ക് വരരുത്. കാരണം ഇപ്പൊ ISL പോലത്തെ ഒരു ലീഗ് ഇന്ത്യയിൽ കളിക്കുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ടും ഇന്ത്യന്റെ ഗ്രോത്ത് എപ്പോഴും മേലേക്കേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ താഴോട്ടാ പോകുന്നത്. ISL തുടങ്ങിയ സമയത്ത് 1-2 പ്ലേസസ് മേലോട്ട് പോയി എന്നല്ലാതെ ഇന്ത്യക്ക് അതല്ലാത്തൊരു ഗ്രോത്ത്. ഇപ്പൊ ഏഷ്യ കപ്സ് കണ്ടിന്യൂസ്ലി കളിക്കുന്നുണ്ട്, അങ്ങനത്തെ ടൂർണമെന്റ്സ് കണ്ടിന്യൂസ്ലി കളിക്കുന്നുണ്ട്, പക്ഷെ എവിടെ എത്തുന്നില്ല. അപ്പൊ അത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു ഡ്രോബാക്ക് ആണ്. ISL പോലത്തെ ലീഗ്, ഐ ലീഗ്, അങ്ങനത്തെ കുറെ ലീഗ്സ്, ഐ ലീഗും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു 5-6 വർഷം കൂടെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു SLK 8th സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്ക് ISLനെ ബീറ്റ് ചെയ്യും SLK. കാരണം അതിനനുസരിച്ചുള്ള പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാട് തന്നെ, അതായത് ഈ സീസണിന്റെ ബിഗിനിങ് കുറച്ച് മുന്നേ ജർമ്മൻ ഫുട്ബോൾ ആയിട്ട് കൊളാബായി. അതായത് ജർമ്മൻ ഫുട്ബോൾ ട്രെയിനിങ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനുള്ള സമ്മതം അവിടുന്ന് വാങ്ങി. അപ്പൊ അവരായിട്ട് അവരുടെ ട്രെയിനിങ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാനും അവിടുത്തെ ട്രെയിനിങ് ഫാക്കൽറ്റീസിനായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള സമ്മതം കൊടുത്ത്. അപ്പൊ അതൊന്നും ISLന് ഇതുവരെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ റിട്ടയർ ചെയ്ത ആൾക്കാരെ കൊണ്ടുവന്ന് കളിപ്പിക്കാന്നല്ലാതെ അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ്, ഇന്റർനാഷണൽ ലെവലുള്ള ഒരു ഗ്രോത്തും ISL ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു നമ്മൾ കണ്ടിട്ടില്ല പുറത്ത്. അപ്പൊ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ തന്നെ, കാരണം ജർമ്മനി പോലത്തെ യൂറോപ്പ് ടോപ്പ് 5 ലീഗ് എടുത്തതിനാൽ ഒബ്വിയസ്ലി എന്തായാലും ജർമ്മൻ ലീഗ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ലീഗിൽ പോയിട്ട് അവിടുത്തെ ട്രെയിനിങ് ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ, കാരണം ഒരിക്കലും ഇവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കില്ല ജർമ്മനിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്, യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രിയാണ്. അപ്പൊ കേരളത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഫെസിലിറ്റീസിന്റെ ഒരു 5 മടങ്ങ് എന്തായാലും, അറ്റ്ലീസ്റ്റ് 5 മടങ്ങ് എന്തായാലും അവിടെ ഉണ്ടാവും.
അപ്പൊ അവിടെ പോയി ട്രെയിൻ ചെയ്യുമ്പോൾ പ്ലേയേഴ്സിന്, അതായത് ലോക്കൽ പ്ലേയേഴ്സിന് പറയുന്നത്, ഇന്റർനാഷണൽ പ്ലേയേഴ്സ് എന്തായാലും അവരുടെ അങ്ങനെ കൺട്രീസിൽ train അതിനുള്ള ചെയ്തിട്ടുണ്ടാവും, സെറ്റപ്പ് ഉണ്ടാവും. ലോക്കൽ പ്ലേയേഴ്സിന് എന്തുകൊണ്ടും അത് ഭയങ്കര അഡ്വാൻറ്റേജാ. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ ലാസ്റ്റ് സീസൺ ആണ് ഞാൻ ഗനീനികം എന്ന് പറയുന്ന നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിഡ്ഫീൽഡ് അല്ല കേരള നമ്മളെ കാലിക്കറ്റ് എഫ്സിന്റെ മിഡ്ഫീൽഡറിനെ ഞാൻ ഫസ്റ്റ് ടൈം ISL കളിച്ച പ്ലെയർ ആണെന്നാ പറയുന്നത്. അറിഞ്ഞിട്ടില്ലേ, അറിഞ്ഞില്ല. അപ്പൊ SLK എന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ. പക്ഷെ ഈ പ്രാവശ്യം നമ്മളെ റൈവൽ ക്ലബിലാ, മലപ്പുറം ഒരിടത്ത്. അപ്പൊ എല്ലാം ഒരു റൈവൽറി. നമുക്ക് ഇപ്പോ ബാഴ്സലോണ എന്നൊരു പ്ലെയർ അതുപോലത്തെ ഒരു ഫീലാണ്. അപ്പൊ ഗനി എങ്ങനെയാണ് ഗനീനെ ഫാൻസ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. കുറച്ചൊരു വാശി ഇതൊക്കെ അത് എന്തായാലും ബുള്ളി ചെയ്യണം. അതിനാണല്ലോ ഹോം ഫാൻസ് എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഫാൻസിന്റെ. നമ്മളെ ഈ പ്രീമിയർ ലീഗ് ഒക്കെ കാണുന്ന പോലെ ബോൾ കാൽമ കിട്ടുമ്പോ ആ സാധനം കൊടുക്കണം. അത് എന്തായാലും വേണം. അപ്പൊ അതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പുതിയ സീസൺ ആകുമ്പോ എന്തായാലും നമുക്ക് പോവാല്ലേ, നമ്മള് പോകൂലേ, നമ്മള് പോകുന്നതാണ് എന്തായാലും ഒക്ടോബർ 2 മാച്ച് എന്തായാലും നമ്മള് എന്തായാലും പോണെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. വേറെ ഏതോ ഒരു ഇതാണ്. ഇപ്രാവശ്യം സ്പോൺസേഴ്സും കുറെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഇപ്രാവശ്യം ടെലികാസ്റ്റ് വരുന്നത് sports.com എന്ന് പറയുന്ന സോണി നെറ്റ്വർക്കിലാണ് ടെലികാസ്റ്റ്, TV ടെലികാസ്റ്റ്. മറ്റേത് വരുന്നത് sports.com എന്ന് പറഞ്ഞിട്ട് പുതിയ എന്തോ ഇനീഷ്യേറ്റീവ് ആണെന്ന് തോന്നുന്നു. അതിനകത്താണ് ടെലികാസ്റ്റ്. അത്യാവശ്യം നല്ല സൈനിങ്സ്. ഇപ്പൊ കാലിക്കറ്റ് എഫ്സിന്റെ സൈനിങ്സ് ഒക്കെ എടുത്താലും അടിപൊളി. അതായത് വെറുതെ റിട്ടയർ ആയിട്ട് കളിക്കാൻ പറ്റാത്ത പ്ലേയേഴ്സിനെ കൊണ്ടുവന്നതിനേക്കാളും പേര് കേൾക്കാത്ത പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് എന്തായാലും 1-2 മാച്ച് ഫോം ആയാലും ഓൾറെഡി ആൾക്കാർ എന്തായാലും അറിയും. കേരളാണ്, കോഴിക്കോടാണ്. അപ്പൊ എന്തായാലും കളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഫാൻസ് ഏറ്റെടുക്കും. അപ്പോ മോസ്റ്റ്ലി ഉള്ള സൈനിങ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ലെവലിലുള്ള സൈനിങ്സ് ആണ്. അതായത് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഫോറിനേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ലാതെ ലോക്കൽ പ്ലേയേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിലൊക്കെ അടിപൊളി സൈനിങ്സ് ആണ് കാലിക്കറ്റ് എഫ്സി നടത്തി. ബാക്കിയുള്ള ടീംസിന്റെ ഒന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്റ്റാർസിന്റെ ആണെങ്കിലും ഈ സീസൺ ഇപ്പോൾ കുഞ്ചാക്കോവൻ വന്നു, ശശി തരൂർ വന്നു. ട്രിവാൻഡ്രത്തിന് കഴിഞ്ഞ സീസൺ ആരും ഇല്ല എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു സ്റ്റാർ അംബാസിഡർ ആയിട്ട് അങ്ങനെ ആരും ഇല്ല. ശശി തരൂരാണ് ട്രിവാൻഡ്രത്തിന്റെ. തൃശ്ശൂരിന്റെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സീസണ് ലിസ്റ്റിൻ സ്റ്റീഫൻ മാത്രമേ ഉള്ളായിരുന്നു. ഈ സീസൺ കുഞ്ചാക്കോവനും കൂടെ ജോയിൻ ആയി. അപ്പോ കുറെ ആൾക്കാർ ഇപ്പൊ വന്ന പ്രോമോസ്, ഫസ്റ്റ് പ്രോമോ ബേസിൽ ജോസഫും പൃഥ്വിരാജും. ലാസ്റ്റ് സീസൺ ഒരു യൂണിവേഴ്സ് തന്നെ തുടങ്ങി വെച്ച്, ഷെയ്ഖ് ഹാൻഡ് യൂണിവേഴ്സ്. അത് ഇത് SLK ഫൈനലിൽ നിന്ന് തുടങ്ങിയതാണല്ലോ. അപ്പോ എല്ലാം കൊണ്ട് ഫണ്ണാണ്. ഓൺ ദ ഫീൽഡോ ഓഫ് ദ ഫീൽഡോ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫണ്ണ് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ കുറച്ച് എന്താ പറയാ കുറച്ചിങ്ങനെ നമ്മളെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകളാക്കിയിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ച്. അപ്പോൾ കാലിക്കറ്റ് എഫ്സി ആണെങ്കിൽ നല്ല ദം ബിരിയാണിനകത്ത് വളരെ പതുക്കെ നല്ല സ്മെല്ലായിരിക്കും. ആ സ്മെല്ലൊക്കെ വന്ന് പൊട്ടിച്ച് തിന്നു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്താണ് മെല്ലെ തുടങ്ങി. കാരണം ഭയങ്കര ഹൈപ്പിട്ട ടീമൊന്നല്ല കാലിക്കറ്റ് എഫ്സി. വളരെ മെല്ലെ വന്ന് കപ്പടിച്ച്. ഞാൻ ഉണ്ടാക്കിയതാണ് ഒരു ഇന്റർവ്യൂ ഇതില്. ഇനി കൊച്ചി നോക്കുകയാണെങ്കിൽ നമ്മളൊരു അടി പിടിച്ച ചട്ടിപ്പത്തിരി പോലെ. അപ്പൊ നടുത്ത ഭാഗമൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ ലാസ്റ്റിലേക്ക് എത്തിയപ്പോ എന്തായി, കൈവന്ന് കപ്പ് പോയി. പിന്നെ നമ്മളെ തൃശ്ശൂരിന്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പുട്ടും കടലയും പോലെ. പുട്ടും കടലിന്റെ പ്രത്യേകത എന്താ, ചില സമയത്ത് നമുക്ക് പുട്ടും കടല മോർണിംഗ് ഓക്കെയാ, ചില ദിവസം പുട്ടും കടല ഒരു ഇഷ്ടം അതേപോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് കത്തും, ഇടയ്ക്കിടയ്ക്ക് കെട്ടും. പിന്നെ മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇറച്ചിപ്പത്തിരി പോലെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു വലുപ്പമൊന്നുമില്ല. പക്ഷെ ഉള്ളി ഇറച്ചിപ്പത്തിരി എനിക്ക് പണ്ട ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ അറിയോ മലപ്പുറത്തിന് എനിക്കിപ്പോ പെട്ടെന്ന് മലപ്പുറത്തിന് തോന്നുന്നത് എന്താ അറിയോ, ഭാസ്കരേട്ടന്റെ മിൽക്ക് സർവത്തായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര ഹൈപ്പ് ആയിരിക്കും ആൾക്കാർക്കൊക്കെ. അതായത് ഭാസ്കരേട്ടന്റെ മിൽക്ക് സർവത്ത് പോലെ വേറൊരു മിൽക്ക് സർവത്ത് കോഴിക്കോട് കിട്ടാനില്ല എന്നാണല്ലോ പറയുന്നത്. പക്ഷെ കോഴിക്കോടുള്ള ആൾക്കാർക്ക് മോസ്റ്റ്ലി അറിയായിരിക്കും. കുറച്ച് ഓവർ റേറ്റഡ് ആണ് ഭാസ്കരേട്ടന്റെ മിൽക്ക് സർവത്ത്. കുറച്ച് വെള്ളമൊക്കെ കൂടുതലുള്ള അതുപോലെയാണ് എനിക്ക് മലപ്പുറം എഫ്സിനെ തോന്നുന്നത്. കാരണം ഓഫ് ദ ഫീൽഡ് ഭയങ്കര സംസാരം, അതായത് അവരാണ് ഫുട്ബോൾ ഇൻവെന്റ് ചെയ്തെന്നുള്ള രീതിയിലാണ്. പക്ഷെ കളിയിലേക്ക് വരുമ്പോ ഒന്നും കഴിഞ്ഞ സീസൺ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഈ സീസൺ എന്താണെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് പേഴ്സണലി മിൽക്ക് സർവത്തായിട്ടാ തോന്നുന്നത്. ഭാസ്കരേട്ടന്റെ മിൽക്ക് സർവത്തായിട്ട് എനിക്ക് അപ്പൊ ഞാനത് ചൂസ് ചെയ്യാം. മിൽക്ക് സർവത്ത് എനിക്ക് ആലോചന കിട്ടിയ 2-3 ടീമാണ്. അതപ്പോ ഞാൻ പറഞ്ഞേ. പിന്നെ ഏതോ ഒരു ടീം, പിന്നെ കണ്ണൂരിന്റെ എനിക്കൊരു ട്രിവാൻഡ്രത്തിന്റെ എനിക്ക് കിട്ടില്ല. ട്രിവാൻഡ്രത്തിന്റെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാൻ ഇത് മൂന്നും എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് ആയപ്പോ ഇങ്ങനെ വന്ന സാധനം. ട്രിവാൻഡ്രത്തിന്റെ കാലം വെച്ചെന്ന് കൊടുക്കും. ട്രിവാൻഡ്രത്തിന് എന്തെങ്കിലും കിട്ടില്ല. ട്രിവാൻഡ്രം ഒക്കെ സൈലന്റ് കില്ലറാ. അതായത്
പറയാൻ പറ്റില്ല ലാസ്റ്റ് ട്രിവാൻഡ്രം പക്ഷേ ഒരു സ്റ്റേബിൾ ടീമാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള ഫുഡ് അതാണുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ചായ 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 കുടിക്കുക, ചായ എല്ലാരും ഉണ്ടാക്കിയാലും അല്ലെങ്കിൽ മാഗി നൂഡിൽസ് എല്ലാരും ഉണ്ടാക്കി കഴിഞ്ഞാലും ശരിയാവും. കറക്റ്റ് ഇൻസ്ട്രക്ഷൻ പോലെ അതാണ്. ഒരു കഴിഞ്ഞ വർഷം ഭയങ്കര സ്റ്റേബിൾ ആയിരുന്നു, അല്ല ഒരു ഓവർ ഹൈപ്പ്. ഒന്നാമത് കഴിഞ്ഞ വർഷം തന്നെ ഒരിക്കലും അങ്ങനെ വലിയൊരു ഒരേ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു. കണ്ണൂരിന്റെ പിന്നെ എനിക്ക് ഐഡിയ, കണ്ണൂരിന്റെ ടീമിന്റെ കളികൾ എനിക്ക് വലിയൊരു പിടുത്തല്ലേ. കണ്ണൂർ എന്തെങ്കിലും കണ്ണൂര് നല്ല കളിയുള്ള ടീമാണ്. കണ്ണൂർ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. കണ്ണൂര് നമുക്ക് ഓഡിയൻസിന് വിടാം. കണ്ണൂർ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ കമന്റ്. ആരും കാണൂല. കണ്ണൂരിന് എന്ത് കൊടുക്കാൻ പറ്റും? ഈ പ്രാവശ്യം ദം ബിരിയാണി പൊട്ടിക്കുമ്പോ അടി പിടിക്കാതെ മതി. പ്രാവശ്യം അവസാനം പറഞ്ഞ ബിരിയാണി കേടാവല്ലേ. അതെ, ഒരു അടി പിടിച്ച ബിരിയാണി ആണെങ്കിൽ കഴിഞ്ഞ്. ഈ പ്രാവശ്യം ബിരിയാണി ദം പൊട്ടിക്കുമ്പോ മണമുണ്ടോ? അല്ല, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. കാലിക്കറ്റ് എഫ് സി അല്ലാതെ വേറൊരു ടീം, ഇപ്പൊ കാലിക്കറ്റ് എഫ് സി ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നോക്കൗട്ട് ആയി. അപ്പൊ വേറെ ഏത് ടീം ജയിക്കാനാണ് ആഗ്രഹം? ആഗ്രഹം എന്നല്ല, ആഗ്രഹം നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ ഒരു എന്താ പറയാ, കാലിക്കറ്റ് എഫ് സി അല്ലെങ്കിൽ ഈ ടീം ജയിക്കണം എന്നുള്ള ഒരു ഇതുണ്ടാവല്ലോ. കൊച്ചി അടിക്കട്ടെ, നമ്മളെ ചെക്കന് തൊയ്ബിന്റെ കിട്ടട്ടെ, ചെക്കൻ അടിക്കട്ടെ. എനിക്ക് പേഴ്സണലി കണ്ണൂര് ജയിക്കണം എന്നാണ്. കണ്ണൂർ എനിക്കെന്തോ ആസിഫ് അലിനോട് ഒരു ഉള്ളതുകൊണ്ട് കണ്ണൂർ എഫ് സി ജയിക്കട്ടെ എന്നാണ്. പിന്നെ നമ്മളെ ഇവിടെ ഉള്ള ഒരു കോച്ചായിരുന്നു നമ്മളെ അമീൻ എന്ന് പറഞ്ഞിട്ട്, നമുക്ക് അറിയായിരിക്കും. നമ്മളെ കൂടെ ഫുട്ബോൾ കളിക്കുന്ന അമീൻ ഏതാണ്? കണ്ണൂർ കോച്ചല്ല, ടീം മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സിന്റെ ടൈമിംഗ് ഒക്കെ ചാർട്ട് ചെയ്യുന്ന, ഹോട്ടലിന് എത്ര മണിക്ക് വരണം. അപ്പൊ ഞാൻ ആലോചിക്കണം എന്താ വെച്ചാൽ നമ്മളെ നിന്ന് പോലും എത്തിപ്പെടാൻ പറ്റും. അതെ, ഭയങ്കര. കാരണം നമ്മള് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ അമീൻ ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. അമീന് ടീം മാനേജ് എനിക്ക് തോന്നുന്നു ഈ സീസൺ ആളെന്തോ സ്വന്തമായിട്ട് എന്തോ ഒരു, പക്ഷെ ഇപ്പൊ കണ്ണൂരിലാണ് ഉള്ളത്. ഇപ്പോ കഴിഞ്ഞ സീസണിലുള്ള പ്ലേയേഴ്സിന്റെ കൂടെ സെൽഫി ഒക്കെ എടുക്കുന്ന കണ്ട, അതായത് ടീംസ് ഇയേഴ്സ് ചേഞ്ച്, പ്ലേയേഴ്സ് ചേഞ്ച്, ബട്ട് ബോൺസ് ഫോറെവർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടു പോയത്. അപ്പൊ എനിക്ക് നേരത്തെ പറഞ്ഞപ്പോ പിന്നെ അതുപോലെ ഇന്റർഫിയർ ലാസ്റ്റ് സീസൺ യാസീന്റെ കല്യാണത്തിന് കണ്ണൂർ പ്ലേയേഴ്സ് ഒക്കെ ഇവിടെ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വന്നു. എല്ലാരും കൂടെ ഒരു ബസ്സിൽ ഫുൾ ടീം വന്നിറങ്ങിയിട്ട് കണ്ണൂർ എഫ് സിന്റെ എല്ലാ പ്ലേയേഴ്സും കല്യാണം അറ്റൻഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കിയിട്ട് കണ്ണൂർ എഫ് സി ഇട്ടിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, നമുക്കൊരു ഫുട്ബോൾ കൾച്ചർ, നമുക്ക് സ്വന്തമായിട്ട് ഒരു ടീം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് ഉണ്ടായിരുന്ന ഒരു സാധനം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അത് വീണ്ടും വരുന്നുള്ളതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. നേരത്തെ നീ പറഞ്ഞപ്പോ ഞാൻ പറയാൻ എനിക്ക് വിട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നീ പറഞ്ഞല്ലോ ജർമ്മൻ ഫെസിലിറ്റീസ് ഒക്കെ, ഇപ്പൊ നമ്മളെപ്പോഴും ഫുട്ബോൾ പ്ലെയേഴ്സ് മാത്രം ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തില് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബാക്കിയുള്ള ആളുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഫിസിയോസ് അല്ലെങ്കിൽ കോച്ചുകൾ, ഇവർക്കൊക്കെ ഈ എക്സ്പീരിയൻസ് കിട്ടണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജർമ്മൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്ലബ്സിനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്ഥലങ്ങളായിട്ട് ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഈ പറഞ്ഞ അതിൻ്റെ കൂടെയുള്ള എന്താ പറയുക സ്റ്റാഫ്സ് അല്ലെങ്കിൽ സ്റ്റാഫുകൾ അവരും പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആവാം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പരിക്കിനെ മാനേജ് ചെയ്യണത് അല്ലെങ്കിൽ ഇഞ്ചുറി മാനേജ് ചെയ്യണതൊക്കെ ശരിക്കും ഫുട്ബോളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പണ്ടൊരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ മെസ്സിൻ്റെ ഒരു സമയത്ത് മെസ്സി ഭയങ്കര ഇഞ്ചുറി പോണ സമയത്ത് ഒരു ഡയറ്റീഷ്യൻ വന്നിട്ട് ഒരു പ്രോപ്പർ ഡയറ്റ് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഡയറ്റ് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യണം. എന്നിട്ട് അതിനുശേഷം പിന്നെ മെസ്സിക്ക് വരുന്ന ഇഞ്ചുറീസ് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഡയറ്റിൽ പോലും ആ ഇഞ്ചുറി വരുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ സ്റ്റാഫുകൾക്കും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻഡയറക്ട്ലി നമ്മളെ പ്ലെയേഴ്സിന് ബെറ്റർ ആക്കാണ്. പ്ലെയേഴ്സിന് ലെസ് പരിക്ക് വരും. കാരണം ഇവിടുത്തെ നമുക്ക് പറയാം സെവൻസ് ഫുട്ബോളിലൊക്കെ ഭയങ്കര അഗ്രസീവ് കളികളാണ്. ഭയങ്കര അഗ്രസീവ്. ഒന്നാമതെന്താ പറയുക, അഗ്രസീവ് ആണെന്നനുസരിച്ചിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മാസ് റീൽസ് ഒക്കെ ഇട്ടിട്ട്, അതായത് BGM ഒക്കെ കൊടുത്ത് അങ്ങനെ BGM ഒക്കെ കൊടുത്തിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന കളിയിൽ ഫൈറ്റ് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ. ഒന്നാമത് ഫുട്ബോൾ അല്ലെങ്കിൽ ഏതൊരു സ്പോർട്സ് ആയാലും അത് ഒരു എന്താ പറയാ, അത് കളിക്കുന്നത് അത്രയും ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഗ്രൗണ്ടിൽ പലതും ഉണ്ടാവും. അപ്പൊ ഫൗളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഗ്രൗണ്ടിൽ തീരാന്നുള്ളത്, അതായത് തല്ലി തീർക്കാന്നുള്ളതല്ല. അവര് ഫൗളാണെങ്കിലൊക്കെ ടാക്ടിക്കലി ചെയ്യുക, അതായത് ഒരാളെ ഹാം ചെയ്യുന്ന രീതിയിൽ ചെയ്യാതെക്കുക എന്നുള്ള. ഇപ്പൊ ഫുട്ബോളിലൊക്കെ കണ്ട കരിയർ എൻഡിങ് ടാക്കിൾസ് ഒക്കെ വന്നതിന് ആൾക്കാർ പോസ്റ്റ് വരെ ഇടും, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോസ്റ്റ് ഇടും. അതായത് ഫൗള് വെച്ച ആള് വന്നിട്ട് സോറി പറയും. അതല്ല കരുതിക്കൂട്ടി അല്ലെങ്കിൽ പോലെ ചെയ്യുന്നത്. കാരണം ഒന്നാമത് അവരുടെ കരിയറിൽ അതൊരു ബ്ലാക്ക് മാർക്ക് ആയി മാറും.
അതായത് എന്റെ കാരണം കൊണ്ട് ഒരു പ്ലെയറിന്റെ കരിയർ പോകാന്ന് പറഞ്ഞാൽ, കാരണം ഇഞ്ചേർഡ് ആയി കിടക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ പ്ലേയേഴ്സിനെ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ 3 months 4 months ഔട്ട് ആയാൽ തന്നെ പ്ലേയേഴ്സിന്റെ കരിയറിൽ അതൊരു, കാരണം ACL ഇഞ്ചറി ഒക്കെ ഇപ്പൊ ഒന്നാമത് കൂടുതലാണ് അതൊക്കെ. അപ്പൊ ACL ഇഞ്ചറി ഒക്കെ കഴിഞ്ഞ് റിക്കവർ ആയി വരുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് അവർക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അതൊക്കെ അത് ഗ്ലോറിഫൈ ചെയ്യുന്നതിന്റെ പ്രശ്നം തന്നെയാണ്. ഈ ആൾക്കാർ തന്നെയാണ് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. ഈ ഫൈറ്റും കാര്യങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ സെവൻസ് ഇങ്ങനത്തെ കളികളിൽ സാധനം ഗ്ലോറിഫൈ ചെയ്യുന്ന റീസൺ അതന്നെയാണ്. അത് ചെയ്യരുത്. മാക്സിമം നമ്മള് ആസ് എ ഫുട്ബോൾ ഫാനുകൾ നമ്മളത് മാറ്റി നിർത്തണം. അത് ഇങ്ങനത്തെ പ്രൊഫഷണൽ ടൂർണമെന്റ്സ് വരുമ്പോൾ അത് നല്ലതാവും. കാരണം സെവൻസ് പോലത്തെ ഒരു ടൂർണമെന്റിൽ റഫറിങ് പോലെ ആയിരിക്കില്ല ഇവിടെ. അവിടെ റഫറി എന്ന് പറഞ്ഞാൽ ചിലപ്പോ 2 അടി അടിച്ചാൽ അയാൾ ചിലപ്പോ പ്രോപ്പർ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതെ, പ്രോപ്പർ ടെലികാസ്റ്റിംഗും ഇല്ല. റഫറിക്ക് അടി കിട്ടിയപ്പോ റഫറി അടി വാങ്ങിക്കുക. അതെ, അല്ല ഞാൻ പറഞ്ഞ അത് നീ പറഞ്ഞ പോലെ വലിയ വലിയ ലീഗുകൾ വരുമ്പോൾ പ്ലേയേഴ്സിന് ഒരു പേടി ഉണ്ടാവും. ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ വലിയ ലീഗിൽ കളിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇങ്ങനത്തെ ലീഗുകൾ കളിക്കുമ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കണം എന്നല്ല, ഏതൊരു സ്പോർട്സ്മാൻ ആണ് ഇന്ത്യയിലാണെങ്കിലും ആൾക്ക് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കണം എന്നുള്ള ചിന്ത തന്നെ ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ലീഗുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെവൻസിലൊക്കെ കളിക്കുന്ന സമയത്ത് പരിക്കാവോ, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നെങ്കിൽ സെവൻസ് ബെറ്റർ ആവും. അങ്ങനെ ബെറ്റർ ആയി കഴിഞ്ഞെങ്കിൽ സെവൻസ് നല്ല രസമുള്ള കളി കേട്ടോ. പക്ഷെ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ഗെയിമാണ്. പക്ഷെ ഈ സാധനങ്ങൾ കുറച്ച് അഗ്രസീവ് ആവുമ്പോ അത് എല്ലാ സാധനം അതിന് കിടക്കുമ്പോ പ്രശ്നമെന്ന് പറഞ്ഞ പോലെ തന്നെ അഗ്രസീവ് ആവുമ്പോ അതിന്റെ ബ്യൂട്ടി പോവും. ഫുട്ബോൾ അല്ലാതാവും. അതെ, വേറെ കോമഡി എന്ന് വെച്ചാൽ സെവൻസിൽ വരുന്ന ചില ആഫ്രിക്കൻ പ്ലേയേഴ്സ് ഒക്കെ അടിപൊളി മലയാളം പറയും, ഡാൻസ് കളി, റീൽസ് ഒക്കെ കളിക്കുന്നതാണ്. അത് ഇവിടെ വന്നതിനാ മലയാളം പഠിച്ചോളൂ. നമ്മള് ഓരോ ഭാഷ പഠിക്കില്ല, ഒരു മലയാളം പഠിക്കും. അത് ഒരു റീൽസില് ഒരു ആഫ്രിക്കൻ പ്ലെയർ വന്നിട്ട് പറയാ ഒരു എന്തോ കറക്ക് ചായ എന്തോ പറയുന്നുണ്ട്. കറക്റ്റ് പറയാ, ചേട്ടാ ഒരു കറക്ക് ചായതാ എന്ന് വെച്ചാൽ പക്ക സ്ലാങ്ങിലാണ് പറയണത്. അപ്പൊ ഫുട്ബോൾ മാത്രല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാം, ഇത് ഞാൻ സാധാരണ ഞാൻ ഉണ്ടാക്കിയല്ല, ഞാൻ എന്നോട് ചോദിക്കാം, എനിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വാച്ചസ്, അല്ലെങ്കിൽ നീ കാണുന്ന കളി കാണാൻ പോകുമ്പോൾ എങ്ങനത്തെ തരം ആളുകളാണ് എനിക്ക് കാണാൻ പറ്റുക? സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ തിന്നാനായിട്ട് വരും, അങ്ങനെയല്ലേ? അങ്ങനെ എനിക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ കളി കാണുമ്പോൾ? ഇപ്പൊ ഓരോ കുറെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് സിനിമ കാണാൻ വരികയാണെങ്കിൽ സിനിമയിലുണ്ടാവും ലൈൻ അടിച്ചു തരുന്ന കാര്യം. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും കാറ്റഗറി എന്റെ ഇതില് ഉള്ള? പൊതുവേ കേരളത്തിൽ കൂടുതലുള്ള കാറ്റഗറികളാണ്, കുറെ ഉണ്ട്. എനിക്കിപ്പോ പറഞ്ഞപ്പോ പെട്ടെന്ന് തോന്നുന്നു, നമ്മള് മുംബൈയിലെ ലെജൻസ് എൽ ക്ലാസിക്കോ കാണാൻ പോയപ്പോ ഒരു 3-4 പിള്ളേര് റിയൽ മാഡ്രിഡിന്റെ ഫാൻസ് കർഷകരെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ബുള്ളി ചെയ്തോണ്ട്, കർഷക് ഓരോ മനസ്സില് ഇവര് ഒരു സായിപ്പാ, അതായത് ഫോറിനർ, ഇവന്റെ കളർ കൊണ്ട് ഫോറിനറാന്ന് വിചാരിച്ചിട്ട് ആ കുട്ടികള് ഇംഗ്ലീഷിൽ ഇങ്ങനെ ഇവനെ ബുള്ളി ചെയ്തോണ്ടിരിക്ക. അതായത് അവര് ഫുള്ള് റിയൽ മാഡ്രിഡ് ഫാൻസ് ആണ്. നമ്മള് 2 ബാഴ്സലോണ ജയിച്ചിട്ടാ വന്നത്. അപ്പൊ ഇവനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്ക. നമ്മള് തോറ്റ്, നമ്മള് 3-1 തോറ്റ്, 3-0 തോറ്റ്, ഗോൾ അടിച്ചിട്ടില്ല, 3-0 തോറ്റ്. അപ്പൊ കളി കഴിഞ്ഞ് പോകുമ്പോഴും ഇവന്റെ പിന്നാലെ തന്നെ കൂടിയിട്ട് കളിയാക്കിക്കൊണ്ടിരിക്ക. നമ്മള് സ്റ്റേക്കേഴ്സ് ഒക്കെ ഇറങ്ങി ഫസ്റ്റ് വെള്ളം വെച്ച് കൊടുക്കുന്നത് കർഷകന് ഗിവ് വാട്ടർ ടു ദാറ്റ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെങ്ങനെ കണ്ടിന്യൂസ്ലി കളിയാക്കിക്കൊണ്ടിരിക്ക. അപ്പൊ അങ്ങനെ ചില ആൾക്കാർ ഈ ക്രൗഡ് ചിരിക്കാൻ വേണ്ടിട്ട് വെറുതെ ഒച്ച ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ആ ഒരു കാറ്റഗറി മാത്രമാണ്. അതായത് തോന്നിവാസം വിളിച്ചു പറയാം, അപ്പൊ ആൾക്കാർ കൂടുതലുള്ള ആൾക്കാർ ചിരിക്കുമ്പോ അവർക്കൊരു ഹൈ കിട്ടും. അങ്ങനത്തെ ഒരു കാറ്റഗറി എനിക്കിപ്പോ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയ വെച്ചാല് അമ്മാവൻ കോച്ചുമാര് എന്ന് വെച്ചാൽ ഹെഡ് കോച്ചിനെ കണ്ട് സൗണ്ട് വരിക്കായിരിക്കും, ടാക്ടിക്സ് എന്ന് വെച്ചാൽ ബാക്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും ബോളൊക്കെ അറ്റ് പോകുമ്പോ, ക്രോസ് വിട്, തൂക്കി വിട്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതാ. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ഒന്നും ഉണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഒരു സംഭവം ഉള്ളിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും, ഇങ്ങനെ ഇരിക്കും, അനങ്ങാതെ ഇരിക്കും ഈ സാധനം. പിന്നുള്ള ഒരു ടീം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എക്സാജറേറ്റഡ്. നമ്മളെ ഇവനൊക്കെ പോലെ ഈ അടുത്ത് കരിഞ്ഞില്ലേ, ആരെങ്കിലും കരിഞ്ഞത്? നമ്മൾ അർജന്റീന മാച്ച് കാണാൻ പോയി കരിഞ്ഞ നമ്മള് പറയണ്ട പ്രമുഖൻ ഇൻസ്റ്റാഗ്രാം പ്രമുഖൻ, അങ്ങനത്തെ ടീംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ കളി കാണാനല്ല, ഇവരുടെ ഉദ്ദേശം എന്താ അറിയോ, ക്യാമറ വരുമ്പോൾ ഇന്നെ കിട്ടണോ, ആ ഒരു ടീം. പിന്നെ വേറെ ടീമുണ്ട് തിന്നാനായിട്ട് വരുന്നത്, എപ്പോഴും കൈമിൽ എന്താ ഉണ്ടാവും, ഫുഡ് പോപ്കോണ്, വെള്ളം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ ഇവർക്ക് നടക്കൂല. ഞാൻ വെച്ചപ്പോ എനിക്ക് കിട്ടിയ 4 സാധനങ്ങളാണ് ഇത്. ഞാൻ വെറുതെ എന്തെങ്കിലും ഒരു എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ കിട്ടിയതാണ്. അപ്പോ
എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് മാച്ച് കൊച്ചിനായിട്ടാണ്. കൊച്ചിനായിട്ട് അതിന് ഫൈനൽ കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് മാച്ച് ഈ സീസണിന്റെ ബിരിയാണി പൊട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും അടി പിടിക്കും എന്നുള്ളത് കണ്ടറിയാം. അപ്പൊ നമ്മളെന്തായാലും പോകുന്നുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ലാസ്റ്റ് സീസണിനെക്കാട് ക്രൗഡ് എന്തായാലും വരാൻ പറ്റുന്നവരൊക്കെ ഫുട്ബോളിൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യാം. അങ്ങനത്തെ എന്റെ ഇതില് ഞാൻ ടിക്കറ്റ് ഫെയർ ഒക്കെ വളരെ പ്രൊമോഷൻ ആയിട്ട് പറയല്ലോ കേട്ടോ. ഞാൻ നമുക്ക് അതിന് ഒന്നും കിട്ടുന്നില്ല പ്രൊമോഷൻ. അല്ല ഞാൻ ഇനിയിപ്പോ അങ്ങനെ തോന്നണ്ട പറയണേ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സിനെ ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യേണ്ട നമ്മളാ. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരിക്കലും മൊബൈൽ കാണാൻ കണ്ട് കൂടുതൽ ആൾക്കാർ ലൈവായിട്ട് കാണാൻ വരണം. അതാവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലീഗുകൾ ഇനിയും അല്ലെങ്കിൽ ഇപ്പൊ UFA പോലത്തെ ആധിപത്യം അല്ലെങ്കിൽ ISL ഒക്കെ ആധിപത്യം മാറി കിട്ടും. ഇപ്പൊ നീ പറഞ്ഞ 8 വർഷം കഴിയുമ്പോൾ കേരള സൂപ്പർ ലീഗ് ആക്കി മുന്നിൽ. പക്ഷെ കേരള സൂപ്പർ ലീഗിന് അങ്ങനെ തന്നെ മുന്നിലോട്ട് പോകണമെങ്കിൽ അതേപോലത്തെ വേറെ ലീഗുകളും വേണം. അപ്പൊ അങ്ങനെ അല്ല അത് സൂപ്പർ ലീഗ് കേരള ഹിറ്റായ ഓട്ടോമാറ്റിക്കലി പല സ്റ്റേറ്റ്സും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഫുട്ബോൾ ഇപ്പൊ കൊൽക്കട്ട ഒക്കെ അത്യാവശ്യം നല്ല ഫുട്ബോൾ കൾച്ചറുള്ള സ്റ്റേറ്റ് ആണ്. അവിടെയൊക്കെ അതേമാതിരി കൾച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നമ്മള് മുംബൈയിൽ പോയപ്പോ കണ്ടല്ല, മുംബൈയില് ക്രൗഡ് ബാഴ്സലോണനെ റിയൽ മാഡ്രിഡിനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾക്കാർ. അപ്പൊ അവരന്ന് ഞാൻ പറഞ്ഞ നമ്മളന്ന് കാണാൻ പോയപ്പോ ഒരാള് പറഞ്ഞ ഓർമ്മല്ലേ, അതായത് ദിസ് ടൈം യു കെയിം ഹിയർ, നെക്സ്റ്റ് ടൈം വിൽ കം ദേർ മെസ്സി വരുമ്പോ കാണാം. മെസ്സി നവംബറിൽ ഇവിടെ വരാണ്. അതെ. അപ്പൊ ഞാൻ പറയണേ മെസ്സി വരുന്നതിനെ ഒന്നും ഇനിഷ്യേറ്റീവ് ഒന്നും ചെയ്യേണ്ടതല്ല പറയണേ. ഇങ്ങനത്തെ ലോക്കൽ കൾച്ചറുകളെ ബിൽഡ് ചെയ്യണതിന്റെ ഇനിഷ്യേറ്റീവ്സിന് നമ്മൾ തന്നെ മാക്സിമം. കാരണം എനിക്ക് 49 രൂപക്കെ ഉള്ളൂ ടിക്കറ്റിന്. അത്ര ചീപ്പാണ് ടിക്കറ്റ്സ് ഒക്കെ. അതുകൊണ്ട് കാലിക്കറ്റ് സ്റ്റേഡിയത്തിൽ പറയുന്നത് ഇനി മറ്റുള്ള സ്ഥലത്ത് VIP ക്ക് 400 രൂപ, VIP ക്ക് 400, VIP ക്ക് ഫുഡ് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. അതുകൊണ്ടാണ് സ്നാക്സ്. അതെ, പിന്നെ ചെയറോ ആയിരിക്കും, ഗാലറി ആയിരിക്കും. പക്ഷെ അത് കംഫർട്ടബിൾ ആണ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അല്ല 49 രൂപ ഒന്നും ഇല്ലാത്ത എന്റെ രൂപത്തിൽ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അതൊക്കെ നിങ്ങള് സ്പെൻഡ് ചെയ്ത്, ഞാൻ പറയണേ ഫുട്ബോൾ താല്പര്യമുള്ള ആളുകൾ കേട്ടോ. ഞാൻ പറയണേ ഇങ്ങനത്തെ ഇനീഷ്യേറ്റീവ്സിന് നമ്മളെപ്പോഴും പറയും നമുക്ക് മറ്റവിടെ പോയി കളി കാണണം. അപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്ന കളികൾ കാണണം. അപ്പോ ഒരിക്കലും അവിടെ ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും അവരുടെ ടീമാണ് കളിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ നമ്മളെ കാലിക്കറ്റ് എന്ന് പറഞ്ഞ ടീം കളിക്കുമ്പോൾ അതിനാണ് നമ്മൾ ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ പറയും മറ്റേ ഇതിനെ സപ്പോർട്ട് ചെയ്യരുത്, മറ്റേ ടീമിനെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു ടൂർണമെന്റ് സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ എനിക്ക് കാലിക്കറ്റും മലപ്പുറമാണ് ഇപ്പൊ ഫാൻസ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ മറ്റുള്ള എല്ലാ സ്റ്റേറ്റ്സ് അല്ല ഡിസ്ട്രിക്ട്സിലും ഇത് കൂടുതൽ ആവണം എന്നാ പറയുന്നത്. കാരണം നമുക്ക് ആ ഒരു റൈവൽറി വരണമെന്നുണ്ടെങ്കിലും നമുക്കിപ്പോ ട്രിവാൻഡ്രം പോലത്തെ ഒരു ടീമോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുന്നത് കൊച്ചി പോലത്തെ ഒരു ടീമിനെ ബീറ്റ് ചെയ്യുമ്പോൾ ഹൈ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാൻസ് കുറച്ച് നമുക്ക് ഫാൻസ് നമ്മളെ ഇടങ്ങാറാക്കുമ്പോഴാണ് നമുക്ക് അവരെ തോപ്പിക്കണം എന്നുള്ളൊരു വാശി കൂടാ. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിലെല്ലാം, അതായത് കോഴിക്കോടും മലപ്പുറം അല്ലാതെ മറ്റുള്ള ടീംസിന്റെ ഫാൻസും പോയി സ്റ്റേഡിയത്തിൽ കളി കാണുന്നു ഉണ്ടാവും കുറച്ചും കൂടെ. കാരണം ആ പ്രോമോ ഒക്കെ അത്രയും ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എല്ലാരും കളി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ മറക്കണ്ട, ഏത് ടീമിന്റെ പേരിടാൻ പറഞ്ഞ കണ്ണൂരിന് ഫുട്ബോൾ റിലേറ്റഡ് ഒരു പേര് കമന്റിൽ ഇട്ടോ. അപ്പോ നെക്സ്റ്റ് എപ്പിസോഡ് ആയിട്ട് വരുന്നവരെ ബൈ.